10ാം ക്ലാസ്സിലെ ഓണപരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പാഠം എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതപ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ചുവടെ കൊടുത്ത സർക്യൂട്ട് നിരീക്ഷിക്കുക. ഒബ്സർവ്ഡ് സർക്യൂട്ട് ഡയഗ്രം. താഴെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് അല്ലെ. രണ്ട് റെസിസ്റ്റർ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെന്താണ് ഒരു സെല്ലും ഉണ്ട്. അപ്പൊ ഈ ഒരു സർക്യൂട്ട് നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ആയില്ല അല്ലെ. ക്വസ്റ്റ്യൻ എന്താ ഇവിടെയാണത്? ഫൈൻഡ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ 2 ohm റെസിസ്റ്റർ. 2 ohm പ്രതിരോധത്തിലൂടെയുള്ള വൈദ്യുതപ്രവാഹത്തിന്റെ തീവ്രത കണ്ടെത്താനാണ് പറഞ്ഞത് അല്ലെ. 2 ohm റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഇതിലൂടെയുള്ള കറന്റിന്റെ തീവ്രതയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കറന്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് ഡയറക്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ V/R ആണ്. പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെന്താണ്? സീരീസ് ആണ് അല്ലെ. സീരീസ് കണക്ഷൻ ആണ്. സീരീസ് കണക്ഷൻ ആകുമ്പോൾ എന്താണ്? സീരീസ് കണക്ഷൻ ആകുമ്പോൾ ഒരേ കറണ്ടാണ് ഇതിലൂടെ പോവുക അല്ലെ. കറണ്ട് വെള്ളം പോലെയാണ് ഒഴുകുമ്പോൾ ഒരേപോലെയാണ് പോവുക അല്ലെ. അപ്പൊ ഈ സർക്യൂട്ടിൽ ആകെ കറണ്ട് നമുക്ക് കണ്ടെത്തണം. ആകെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ആർ എഫക്റ്റീവ് അല്ലെങ്കിൽ ആർ സഫല പ്രതിരോധം അല്ലെ. സഫല പ്രതിരോധം എങ്ങനെ കണ്ടുപിടിക്കാം? R1 പ്ലസ് R2. R1 പ്ലസ് R2. R1 എത്രയാ? 2. R2 എത്രയാ? 4. 2 പ്ലസ് 4 എത്രയാ? 6 ohm. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ സർക്യൂട്ടിൽ ആകെ കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് എന്താ? ഈസ് ഈക്വൽ ടു V/R. വോൾട്ടേജ് എത്രയാണ്? 3 വോൾട്ട് അല്ലെ. 3 എത്രയാണ്? 6. ഓക്കെ ആണല്ലോ. 3/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടിയ നമുക്ക്? 3/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/2 ചുരുക്കാൻ പറ്റും അല്ലെ. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആംപിയർ ആണ് അല്ലെ. കറണ്ട് ആണ്. 0.5 ആംപിയർ. അപ്പൊ ഇതിന്റെ സർക്യൂട്ടിലുള്ള ആകെ കറണ്ടാണിത്. അപ്പൊ എന്താ? 2 ohm പ്രതിരോധത്തിലൂടെയുള്ള ആകെ കറണ്ട് എന്തായിരിക്കും? 0.5 ആംപിയർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ചുവടെ കൊടുത്ത ഏത് സർക്യൂട്ടിലെ ബൾബ് ആയിരിക്കും കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുക അല്ലെ. നമുക്ക് താഴെ രണ്ട് സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ വിച്ച് ഓഫ് ദ ഗിവൺ സർക്യൂട്ട്സ് ഡു ദ ബൾബ്സ് ഗ്ലോ വിത്ത് ഹൈ ഇന്റൻസിറ്റി? താഴെ തന്ന രണ്ട് സർക്യൂട്ടിൽ ഏത് സർക്യൂട്ടിലെ ബൾബാണ് കൂടുതൽ പ്രകാശത്തിലൂടെ കത്തുക എന്നാണ് ചോദിക്കാൻ. കൂടുതൽ പ്രകാശം ഉണ്ടാവാന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇതിലെന്താണ്? സീരീസ് ആണ്, ശ്രേണി രീതിയാണ്. ശ്രേണി രീതിയൊക്കെ ഇങ്ങനെ എന്താ സംഭവിക്കുക? ഇവിടെ പോകുന്ന കറണ്ട് ഒരേപോലെ ആയിരിക്കും. പക്ഷെ എന്താണ്? വോൾട്ടേജ് രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അല്ലെ. വേറെ വേറെ വ്യത്യാസം ഉണ്ടല്ലേ. സ്പ്ലിറ്റ് ആയിട്ട് കൊടുക്കും. ഇവിടെയാണെങ്കിൽ എന്താ? കൊടുക്കുന്ന വോൾട്ടേജ് എന്താണോ അതിനെയായിരിക്കും രണ്ടുപേർക്കും കിട്ടുക അല്ലെ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സമാന്തരമായിട്ട് അതായത് പാരലൽ ആയിട്ടുള്ള കണക്ഷനിലായിരിക്കും കൂടുതൽ പ്രകാശം ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. 100 ohm പ്രതിരോധമുള്ള ഒരു താപനോപകരണത്തിലൂടെ 3 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ അതിന്റെ പവർ എത്രയായിരിക്കും? പവർ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് അല്ലെ. A heating appliance has a resistance of 100 ohm. If 3 ampere current flows through it, what is the power of the appliance? പവർ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എന്തൊക്കെയാ തന്നെന്ന് എഴുതിയെടുക്കാം അല്ലെ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 100 ohm അല്ലെ. 100 ohm പ്രതിരോധമുള്ള 100 ohm അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് 100 ohm തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 100 ohm. 100 ohm തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നത്? 3 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ അല്ലെ. 3 ആംപിയർ കറണ്ട് ഫ്ലോസ്. കറണ്ട് തന്നിട്ടുണ്ട്. കറണ്ടിന് എന്താ റെപ്രസെന്റ് ചെയ്യുക? I അല്ലെ. 3 ആംപിയർ. പിന്നെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? പവർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലെ. പവർ കണ്ടുപിടിക്കണം. പവറിനെ നമുക്ക് ഇക്വേഷൻ എഴുതാം. എന്താണ് പവറിന്റെ ഇക്വേഷൻ? I² R. I എന്താണ്? 3 ആണ് അല്ലെ. അപ്പൊ 3² ഇൻറ്റു R. R എത്രയാണ്? 100. ഇൻറ്റു എങ്ങനെയാ വന്നത്? I² R. ഇവിടെ ഒരു ഗ്യാപ്പിൽ വേറെ ചിഹ്നങ്ങളൊന്നും കൊടുത്തില്ല അല്ലെ. വേറെ എന്താ ഓപ്പറേഷൻസ് ഒന്നും ചെയ്തില്ല. ഇവിടെ ഇൻറ്റു ഉണ്ട്. അപ്പൊ ഇനി എന്താണ്? 3² എന്ന് പറഞ്ഞാൽ 3 × 3 9 അല്ലെ. ഇൻറ്റു 100 എത്ര വന്നു? 9 × 100 900. എത്രയാണ്? P ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് അല്ലെ. ണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. സർക്യൂട്ട് പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒബ്സർവ് ദ സർക്യൂട്ട് ഡയഗ്രാം. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ട് ഒബ്സർവ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം അല്ലെ. നമുക്ക് ആദ്യം സർക്യൂട്ട് നോക്കാം. സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ട്? ഒരു സ്വിച്ച് ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, ഒരു സെല്ലുണ്ട്, പിന്നെ 3 റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, പ്രതിരോധം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വോൾട്ട് മീറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ അമ്മീറ്റർ ഏത് റീഡിംഗാ മെഷർ ചെയ്യാം? ഈ ടോട്ടൽ കറണ്ടാ മെഷർ ചെയ്യുക അല്ലെ. നമുക്ക് ഇവിടുന്ന് പോകുന്ന കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോകും. എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ. അപ്പൊ അമ്മീറ്റർ ടോട്ടൽ കറണ്ടാണ് മെഷർ ചെയ്യുക. സർക്യൂട്ടിന്റെ മൊത്തം കറണ്ടാണ് മെഷർ ചെയ്യുക. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നോക്കി വോൾട്ട് മീറ്റർ നോക്കി ഇവിടെ വെച്ചിട്ട് എന്താ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. അപ്പൊ വോൾട്ട് മീറ്റർ ഈ രണ്ട് സ്ഥലത്തിനിടയിലുള്ള
വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുക അല്ലെ. ഇത് രണ്ടും എന്താണ് സമാന്തരം അല്ലെങ്കിൽ പാരലൽ ആയതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും വോൾട്ടേജ് സെയിം ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള വോൾട്ടേജ് എത്രയാണെന്ന് നോക്കാം ഈ വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാൻ എന്താണ് സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കുക. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ആർ എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടുപിടിക്കുക? നോക്കിക്കഴിഞ്ഞാൽ ശ്രേണിക്ക് R1 + R2 ആണ്, സമാന്തരം പാരലൽ ആകുമ്പോൾ R1 R2 / R1 + R2 ആണ്. ഇത് ശ്രേണിയാണോ സമാന്തരമാണോ അറിയില്ല അല്ലെ. നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഇവിടെ എന്താണുള്ളത്? സമാന്തരം പാരലൽ ആ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? R = R1 R2 / R1 + R2. അത് നമുക്ക് ചിലപ്പോൾ ഇവിടെ R3 ഒന്നും തന്നിട്ടില്ല, നമ്മളിവിടെ കൊടുക്കുക കേട്ടോ. ഇത് R1 ആണ്, ഇത് R2 ആണ്, ഇത് R3 ആണെന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പൊ R1 എത്രയാണ്? 2 × R2 എത്രയാണ്? 2 പ്ലസ് ആണ് അല്ലെ. 2 + 2 2 × 2 4 ആണ്. 2 + 2 4 ആണ്. 4/4 എത്ര കിട്ടി? 1 ohm കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ R എത്ര കിട്ടി? 1 ohm കിട്ടി. അപ്പൊ ഇത് രണ്ടിനും കൂടി എഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം എത്രയാണ്? 1 ohm ആണ്. അപ്പൊ ഇവിടെ ഇതേപോലെ ഇതിന് പകരം ഇതിന് രണ്ടിനും പകരം എന്താണ്? ഒരു റെസിസ്റ്റർ നമ്മളാക്കി. ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ, ഇതൊരു റെസിസ്റ്റർ ആണ്, ഇവിടെ ഒന്ന് അല്ലെ. അപ്പൊ ഇതെത്രയാണ്? നമുക്ക് 5 ohm തന്നിട്ടുണ്ട്. ഇതെത്രയാ? ഇത് രണ്ടും കൂടിയുള്ള ഒരാളാണ് ഇത്. ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാ? 1 ohm ആണ് അല്ലെ. ഇത് 1 ohm ആണ്. ഇത് എത്രയാ? ഇത് സീരീസ് ആണ് അല്ലെ, ശ്രേണി രീതിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? R എഫക്റ്റീവ് സഫല പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? R1 + R2 5 ഇത് രണ്ടും കൂടിയുള്ളത് 1 എത്രയാണ്? 6 ohm കിട്ടി അല്ലെ. സഫല പ്രതിരോധം നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി, 6 ohm കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി? അമ്മീറ്റർ റീഡിംഗ് കണ്ടുപിടിക്കണം, വോൾട്ട് മീറ്റർ റീഡിംഗ് കണ്ടുപിടിക്കണം. അമ്മീറ്റർ റീഡിംഗ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അമ്മീറ്റർ റീഡിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അമ്മീറ്റർ മെഷർ ചെയ്യുക? കറണ്ട് ആണ് മെഷർ ചെയ്യുക. I ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ എന്താ? V/R. V എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 12 R എത്രയാണ്? അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. R എഫക്റ്റീവ് എത്രയാണ്? 6 ohm അല്ലെ. R 6 അല്ലെ. 12/6 എത്രയാണ്? 12/6 ചെയ്യണം. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 12 അവിടെ വരും. 2 × 6 അല്ലെ. അപ്പൊ 2 ആംപിയർ ആണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്രയാണ്? 2 12 അല്ലെ. അപ്പൊ എത്രയാണ്? 2 ആംപിയർ കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വോൾട്ട് മീറ്റർ റീഡിംഗ് എത്രയാ? വോൾട്ടേജ് ഇവിടെയുള്ള വോൾട്ടേജ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വോൾട്ട് മീറ്റർ റീഡിംഗില് വോൾട്ടേജ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ എങ്ങനെ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കുക? വോൾട്ടേജ് കണ്ടുപിടിക്കുക എങ്ങനെയാ? കറണ്ട് I × R ആണല്ലേ. I × R. I എത്രയാണ്? I നമ്മൾ കണ്ടുപിടിച്ചു. എത്ര കറണ്ടാ ഇതിലൂടെ ഇങ്ങനെ പോകുന്നത്? എത്ര കറണ്ടാ പോകുന്നത്? 2 ആംപിയർ അല്ലെ. 2 × ഇവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എത്രയാ? ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ ഉണ്ടാവുന്ന എത്രയും ഇതിന് പകരം 1 കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. 2 × 1 എത്രയാ? 2 × 1 2 വോൾട്ട് ആണ് ഈ ഒരു വോൾട്ട് മീറ്ററിൽ കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ബാക്കി എത്ര ഉണ്ടാവും? 12 ഉണ്ടാവും. ഓക്കെ ആണല്ലോ അല്ലെ. ടോട്ടൽ എത്രയാണ്? 12 വോൾട്ട് ആണ്. ഇവിടെ 2 ഉണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ബാക്കി 10 വോൾട്ട് ഇവിടെ ആയിരിക്കും കാണിക്കുക. അത് ചോദിച്ചില്ല, എന്നാലും അതൊന്ന് പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 200 ohm പ്രതിരോധത്തിലൂടെ 0.3 ആംപിയർ കറണ്ട് 5 മിനിറ്റ് നേരം കടത്തിവിട്ടാൽ എത്ര കലോറി താപം ഉത്പാദിപ്പിക്കപ്പെടുന്നു കണ്ടെത്തുക. താപമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. How many calories of heat will be developed in 200 ohm resistor when a current of 0.3 ampere is passed for 5 minutes? എന്തൊക്കെയാ തന്നിട്ടുള്ളത് നോക്കാം. 200 ohm അല്ലെ. 200 ohm റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 200 ohm. പിന്നെ എന്താണുള്ളത്? കറണ്ട് തന്നിട്ടുണ്ട് അല്ലെ. I = 0.3 ആംപിയർ തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് സമയം തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടുണ്ട്. എത്രയാണ്? 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര കിട്ടും? 5 × 6 30 300 സെക്കൻഡ്. 300 സെക്കൻഡ് കിട്ടി അല്ലെ. ഓക്കെ ആണല്ലോ. 5നെ 60 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 300 സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താപം കണ്ടുപിടിക്കണം. H = ജൂൾ നിയമപ്രകാരം നമുക്കറിയാം I² RT ആണെന്ന് അറിയാം. I എന്താണ്? 0.3² × R. R എത്രയാണ്? 200 അല്ലെ. × T എത്രയാണ്? 300. ഓക്കെ ആണല്ലോ. ഇനി ഇതെന്ത് ചെയ്യാം? 0.3² എങ്ങനെയാണ് ചെയ്യാം? 0.3 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.3 × 0.3 എങ്ങനെയാ ചെയ്യാം? 3 × 3 എന്താണ്? 9 അല്ലെ. എത്രയുണ്ട് പോയിന്റ്?
പോയിന്റ് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട് അല്ലെ. അപ്പൊ രണ്ട് നമ്പറിന് വേണം അല്ലെ, പോയിന്റിന് ശേഷം രണ്ട് നമ്പേഴ്സ് വേണം. അപ്പൊ 9 ഇട്ട് ഇവിടെ ഒരു 0 ഇട്ട് പോയിന്റ്. അപ്പൊ പോയിന്റിന് ശേഷം രണ്ട് നമ്പർ ആയില്ലേ. അപ്പൊ 0.9 ഇൻറ്റു 0.9 അല്ല 0.09 0.09 ഇൻറ്റു 200 ഇൻറ്റു 300 2 ഇൻറ്റു 3 6. എത്ര 0 ഉണ്ട്? 4. ഓക്കെ ആണല്ലോ. ഇനി ചെയ്യാം. എന്താണ് 9 6 9 ഇൻറ്റു 6 54. ഇനി എത്രയുണ്ട്? 1 2 3 4 1 2 3 4. ഇനി പോയിന്റ് ഇടണം. പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? രണ്ട് നമ്പർ. ഇവിടെ ഒന്നും പോയിന്റ് ഇല്ല, രണ്ട് നമ്പറേ വേണ്ടു അല്ലെ. അപ്പൊ ഇവിടെ നമ്പർ ഇടും അല്ലെ. അപ്പൊ ഈ 2 0 നമുക്ക് വേണ്ട. എത്രയാണ്? ജൂളാണ്. ഇത്രയും ജൂളാണ് നമുക്ക് കിട്ടുക. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കലോറിയിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കലോറിയിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര കലോറി അല്ലെ, ഹൗ മെനി കലോറീസ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 4.2 ജൂൾ എന്ന് പറഞ്ഞാല് ഒരു കലോറിയാണ്. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഒരു കലോറിയാണ് 4.2 ജൂൾ എങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. എത്രയുണ്ട്? 5400 ഉണ്ടല്ലേ. അപ്പം 5400 നമ്മൾ എന്ത് ചെയ്യണം? 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. എങ്ങനെ ചെയ്യാം? 4.2 എങ്ങനെ ചെയ്യാം? 42/10. ഈ 10 മുകളിലോട്ടേക്ക് വന്നാൽ എന്താവും? 5400. ഈ 0 മുകളിലോട്ടേക്ക് വരും അല്ലെ. എങ്ങനെ ചെയ്യും? ഇതെങ്ങനെ നമ്മൾ ചെയ്യാം? ബൈ ഉള്ള സാധനം ഇൻറ്റു വെച്ച് ചെയ്യാം അല്ലെ. ഇൻറ്റു ഇതെന്ത് ചെയ്യും? വിൽക്രമം അല്ലെ. 42. ഇനി എന്ത് ചെയ്യാം? 54 എത്ര 0 3 0/42 അല്ലെ. ഇതിനെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഇതിനെ നമുക്ക് പകുതിയാക്കാം. എങ്ങനെ? ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഡിവൈഡ് ചെയ്യാം നമുക്ക് സൈഡിൽ വെച്ചിട്ട് അല്ലെ. 54/42 എത്ര വരും? എത്ര വരും? 2 2 42 എത്രയായിരിക്കും? 84 6 11 3 360. 360 എത്ര വെച്ച് 42 പോവും? ചെയ്തു നോക്കണം സൈഡില്. 8 2 16 ഒന്ന് ബാക്കി. 8 4 32 1 33. എത്ര വന്നു? 4 5 3 2. ഓക്കെ ആണല്ലോ. ഇനി 0 താഴെ 8 240. 240 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം നോക്കാം. 5 പ്രാവശ്യം പോവാൻ നോക്കാലോ. 2 10 1 ആക്കി. 4 20 21. ഓക്കെ ആണ്. എന്ത് വന്നു? 30. കഴിഞ്ഞു അല്ലേ. ഇനി ഒരു 0 ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കണം. 300 എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം നോക്കി. 7 2 14 ഒന്ന് ബാക്കി. 4 28 1 29. ഓക്കെ ആണല്ലോ. ഇത് ചെയ്യണില്ല. ഇത്ര മതി. അപ്പൊ എത്ര കിട്ടും? 1285.7 കലോറി കിട്ടും. ഓക്കെ ആണല്ലോ. കലോറി